CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് പ്രതിയായ സാമ്പത്തിക ക്രമക്കേട് കേസിന്റെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് വിശദാംശങ്ങൾ മീഡിയ വണ്ണിന്. 2018 കോഴിക്കോട് നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടനത്തിലായിരുന്നു ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നത്. മുസ്ലിം ലീഗ് നേതാവും പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൌൺസിലറുമായ നാലകത്ത് ബഷീർ, സി സത്യൻ, അഹമ്മദ് കുട്ടി, മൊയ്തീൻ കോയ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. കോഴിക്കോട്ടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് 7.94 ലക്ഷം രൂപയടക്കം ഫണ്ട് വാങ്ങി നടത്തിയ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുണ്ടായി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സംഘാടക സമിതിയുടെ വൗച്ചറുകൾ കൃത്രിമമായി ഉണ്ടാക്കി, വൗച്ചറുകളിൽ തീയതിയോ സീലോ ഇല്ല, കളിക്കാരോ ഒഫീഷ്യലുകളോ താമസിക്കാതെ ടൂറിസ്റ്റ് ഹോമിന്റെ പേരിൽ വലിയ തുക വാങ്ങിയെടുത്തു, ഭക്ഷണ ബില്ലിലും ലക്ഷങ്ങളുടെ പൊരുത്തക്കേട് എന്നിവയാണ് വിജിലൻസ് കണ്ടെത്തിയത്. അതേസമയം സംഘാടക സമിതി ഭാരവാഹി എന്ന നിലയിൽ പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കില്ലെന്നുമാണ് എം മെഹബൂബ് വ്യക്തമാക്കുന്നത്. ടൂർണമെന്റിൽ നമ്മൾ നന്നായി നടത്തിയിട്ടുണ്ട്. ഇതിൽ ക്രമക്കേട് നടന്നു എന്നാണ് അന്യായക്കാരൻ്റെ പരാതി. ഞാനിതിനകത്ത് ചെയർമാൻ എന്ന നിലയിൽ സാമ്പത്തികമായ ഒരു ഇടപാടിലും ഞാൻ പങ്കാളിയല്ല. പണം ഞാൻ തൊട്ടിട്ടില്ല. പണവുമായി ബന്ധപ്പെട്ട ഒരു കടലാസോ രേഖയോ ഒന്നും ഇന്ന് ഒപ്പിട്ടിട്ടില്ല. പ്രശസ്ത വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ സഹോദരനും കണ്ണൂർ പേരാവൂർ സ്വദേശിയുമായ സെബാസ്റ്റ്യൻ ജോർജ് നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ 2025 മെയ് 29 സർക്കാരിന് കൈമാറിയെങ്കിലും CPM ജില്ലാ സെക്രട്ടറി തന്നെ പ്രതിയാകുമെന്നു കണ്ടാണ് കേസെടുക്കാതിരുന്നത്. ഭരണം മാറിയതോടെയാണ് 5 പേരെ പ്രതി ചേർത്തപ്പോൾ നടക്കാവ് പോലീസ് കേസെടുത്തത്. പ്രതികൾക്ക് നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ തുടങ്ങും. KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.